السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المصطفى وعلى آله وأصحابه وأتباعه أجمعين. أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധമാക്കപ്പെട്ട ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാനങ്ങളുമായിട്ടാണ് നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഹദീസിനെ കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങൾ നടത്തൽ ഇവിടെ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച കാര്യം ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറയുന്നതായിട്ട് യഖൂലുല്ലാഹു തആല, ഞാൻ ഫാത്തിഹ സൂറത്തിനെ അടിമകൾക്കിടയിൽ രണ്ടായി വീതിച്ചിട്ടുണ്ട്, രണ്ട് വിഹിതമായി വെച്ചിട്ടുണ്ട് എന്ന അള്ളാഹുവിന്റെ വാക്കിൽ ഖസംതു സ്വലാത്ത് ബൈന അബ്ദി നിസ്ഫൈൻ എന്ന വാക്കിൽ അള്ളാഹു സ്വലാത്ത് എന്നാണ് ഉപയോഗിച്ചത്. ഫാത്തിഹ എന്ന് പറയുന്നതിന് പകരം സ്വലാത്ത് എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് മഹാന്മാരായ ഹദീസിന്റെ ഇമാമിങ്ങൾ വിശദീകരിക്കുന്നു. അവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്താണ്. പക്ഷേ അള്ളാഹു ഫാത്തിഹ എന്ന് പറയാതെ സ്വലാത്ത് എന്ന്, നിസ്കാരം എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാനുള്ള കാരണം ഫാത്തിഹ സൂറത്ത് ഇല്ലാതെ നിസ്കാരം സ്വഹീഹ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫാത്തിഹ എന്ന് പറഞ്ഞാൽ സ്വലാത്ത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഫാത്തിഹയാണ്, ഫാത്തിഹ സൂറത്ത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എന്നതിന് പകരം ഫാത്തിഹ എന്നതിന് പകരം സ്വലാത്ത് എന്നുപയോഗിച്ചു. ഏതുപോലെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അപ്പോ ഹജ്ജിൽ അറഫയല്ലാത്ത ബാക്കിയുള്ള റുക്കുനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഹജ്ജിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒന്നാണ് അറഫ എന്നതുപോലെ ഫാത്തിഹ സൂറത്ത് ആണ് സ്വലാത്ത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ. പക്ഷേ നിസ്കാരത്തിൽ മറ്റുള്ള റുക്കുനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ച കാര്യമാണിത്, നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കാര്യമാണിത്. മറ്റു വിഷയമാണ് അല്ലാഹു തആല നിസ്ഫൈൻ എന്ന് പറഞ്ഞില്ലേ, രണ്ട് ഭാഗമായി ഞാൻ വിഭജിച്ചു, ഞാൻ വീതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. എന്താണ് രണ്ട് ഭാഗമായി? എവിടെയാണ് ഫാത്തിഹയെ രണ്ടായി വീതിച്ചിട്ടുള്ളത്? എവിടെയാണ്? മഹാന്മാരായ ഇമാമിങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു. ഇതുവരെയാണ് ഒന്നാമത്തെ ഭാഗം, നിസ്ഫുൽ അവ്വൽ. മനസ്സിലാക്കണം, ഫാത്തിഹ സൂറത്തിന്റെ രണ്ട് ഭാഗമായി വീതിച്ചതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇയ്യാക നഅ്ബുദു എന്നതുവരെ. എന്തുകൊണ്ടാണ് അതിനെ ഒന്നമായി വീതിച്ചത്? മറ്റൊന്നും കൊണ്ടല്ല. ഒന്നാമത്തെ ഭാഗത്തിനാണ് തഹ്മീദും തംജീദും സനാഉൻ അലൈഹി വത്തഫ്ളീലു ഇലൈഹി, ഈ 4 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ്? അല്ലാഹുവിനെ സ്തുതിക്കൽ, അല്ലാഹുവിനെ വാഴ്ത്തിപ്പറയൽ, അല്ലാഹുവിനെ പുകഴ്ത്തൽ, വത്തഫ്ളീലുൻ ഇലൈഹി, നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കൽ. ഈ 4 ഘടകങ്ങളും ഇപ്പറഞ്ഞതിൽ ഇയ്യാക നഅ്ബുദു എന്നത് വരെ അടങ്ങിയിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ പകുതി, നിസ്ഫുൽ അവ്വൽ.
എന്നാലോ രണ്ടാം പകുതിയോ മഹാന്മാരായ ഇമാമിങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ പകുതിയാണ് وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇതാണ് നിസ്ഫുഹ ഥാനി. ആ രണ്ടായി വിഭജിച്ചു എന്ന് അള്ളാഹു പറഞ്ഞതിൽ വെച്ച് രണ്ടാമത്തെ പകുതിയാണ് ഈ പറഞ്ഞത്. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് അള്ളാഹുവിനോട് സഹായം ചോദിയിൽ അള്ളാഹുവിനോട് കേണപേക്ഷിക്കലാണ്. അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു കൊണ്ട് താഴ്മയോടെ ചോദിക്കുകയാണ് റബ്ബിലേക്ക്. അതാണ് രണ്ടാമത്തെ പകുതി. എവിടെയാണ് ചോദിക്കുന്നത്? വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ച തമ്പുരാനെ, ലോകത്തിന്റെ രക്ഷിതാവേ, നീ ഞങ്ങളെ ചൊവ്വായ വഴിയിലാക്കണേ, നേരായ വഴിയിലാക്കണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നേരായ വഴി ഏതാണോ നീ അനുഗ്രഹിച്ചവരുടെ പാത, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ പാത, സുദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അമ്പിയാക്കൾ, അവരുടെ പാതയിൽ ഞങ്ങളെ ചേർക്കണമേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ പാതയിൽ അല്ല, അഥവാ യഹൂദികൾ, ജൂതന്മാർ, വലദ്ദാലീൻ, പിഴച്ചവരുടെ പാതയിൽ അല്ല, അത് ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. ക്രിസ്ത്യാനികൾ അവരുടെ പാതയിൽ അല്ല എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ പകുതിയിൽ അള്ളാഹുവിനോടുള്ള ദുആ ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നാം എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഈ ഫാത്തിഹയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അള്ളാഹുവിനോട് നാം എപ്പോഴും ചോദിക്കുമ്പോൾ ആദ്യം ഹംദ് വേണം. അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിന്റെ സ്തുതി കീർത്തനങ്ങൾ പാടിയിട്ട് പിന്നെ നാം അള്ളാഹുവിനെ സ്തുതിക്കണം. നമ്മൾ സാധാരണ ദുആലൊക്കെ ചെയ്യും പോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, ഹംദ്, സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു. അതിനുള്ള തെളിവ് ഫാത്തിഹയിൽ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.